സജ്ജനങ്ങളെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കടക വാവിലെ പിതൃബലി ഭാരതീയ ശാസ്ത്രപ്രകാരം രാത്രിയിൽ ചെയ്യാൻ പാടില്ല. ഇത് പകൽ ചെയ്യേണ്ട കർമ്മമാണെന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ട്? നമുക്കതിൻ്റെ ആ ശാസ്ത്രീയ വശങ്ങൾ ഓരോ പുരാണത്തിലും പ്രതിപാദിക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. മനുസ്മൃതിയിൽ ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ ശ്രാദ്ധം ചെയ്യരുത്, അതിനെ രാക്ഷസം എന്ന് പറയുന്നു. അതുപോലെ രാവിലെയും വൈകിട്ടുമുള്ള സന്ധ്യകളിലും പാടില്ല, പ്രാതകാലത്ത് ചെയ്യാനും പാടില്ല എന്ന് മനുസ്മൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാത്രിയും പ്രാജ്ഞവും മധ്യാജ്ഞവും സായാജ്ഞവും പിതൃകർമ്മം വർജിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. നാഴികയിലുള്ള പകലിൽ 6 നാഴിക വീതമുള്ള 5 ഭാഗങ്ങളുണ്ട്. അതിനെ ഉദയം തുടങ്ങിയ ക്രമത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രാജ്ഞം, പൂർവാഗ്നം, മധ്യാഗ്നം, അപരാഗ്നം, സായാഹ്നം എന്നിങ്ങനെ പറയുന്നു. അതായത് 1 നാഴിക 24 മിനിറ്റ്. ഗരുഡപുരാണത്തിൽ പറയുന്നത് ഇപ്രകാരം: കറുത്തവാവ് തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിൽ വായുവിൽ സഞ്ചരിക്കുന്ന പൃഥുക്കൾ ശ്രാദ്ധം ഇച്ഛിക്കുന്നവരായി ഗൃഹത്തിൻ്റെ മുൻവാതിക്കൽ വന്നു ചേരും. അസ്തമയം വരെയും അവർ വിശപ്പും ദാഹവും കൊണ്ട് വിഷമിക്കുന്നവരായി അവിടെയൊക്കെ തങ്ങി നിൽക്കും. അസ്തമയം ആകുമ്പോൾ നിരാശരായി അവർ മടങ്ങുകയും ചെയ്യും. ഗരുഡ പ്രശ്ന പ്രപഞ്ച നിരൂപണം 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതിൽ നിന്നും പൃഥുക്കൾ രാത്രിയിൽ ഭൂമിയിൽ നിൽക്കുന്നില്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ രാത്രിയിലിടുന്ന ബലി അന്നം ആര് ഭക്ഷിക്കും? അന്നം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമല്ല, എള്ളും അക്ഷതവും അന്നമാണ്. മനുസ്മൃതിയിൽ പറയുന്നു: ദിവാചരങ്ങൾക്ക് പകൽ ബലി അർപ്പിക്കണം, നക്തഞ്ചരന്മാർക്ക് അതായത് രാക്ഷസന്മാർക്ക് രാത്രിയിലും ബലി അർപ്പിക്കണം. സൂര്യാസ്തമനത്തിനും സൂര്യ ഉദയത്തിനുമിടയിൽ അതായത് രാത്രിയിൽ ഇടുന്ന ബലി അന്നം ഭക്ഷിക്കുന്നത് രാക്ഷസന്മാരാണ്. ശ്രാദ്ധം ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷവും അതായത് പൂർവാഗ്നത്തിലും അപരാഗ്നത്തിലും ആകാമെന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ ചിലത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. പിതൃബലിക്ക് അപരാഗ്നം മെച്ചമെന്ന മഹാഭാരതം അനുശാസന പർവത്തിൽ ശ്രാദ്ധകൽപ്പം അധ്യായം 87 പറഞ്ഞിട്ടുണ്ട്. ശ്രാദ്ധം അപരാഗ്നത്തിലും ആകാം എന്ന് മനുസ്മൃതിയിൽ പറയുന്നു. ശ്രാദ്ധം അപരാഗ്നത്തിൽ മെച്ചമാണെന്ന് മാർക്കണ്ഡേയ പുരാണം അധ്യായം 28 പ്രതിപാദിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം പകലിനെ മാത്രമാണ് ബലികർമ്മത്തിന് പറ്റിയ സമയമായി പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം അതായത് അപരാഗ്നത്തിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഭാരതീയരായ നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്ന അഹോരാത്രം എന്ന് കണക്കാക്കുന്നത് ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ള 24 മണിക്കൂറിനെയാണ്. അതിന് അപ്പുറവും ഇപ്പുറവുമുള്ള കാര്യങ്ങൾ മറ്റു ദിവസത്തേക്കായി കണക്കാക്കും. ഈ പറഞ്ഞതൊന്നും കണക്കാക്കാതെ പുലർച്ചെ 4 മണിക്കും മറ്റും ബലി നടത്തുന്നു. രാത്രിയിൽ ശ്രാദ്ധമൂട്ടുക എല്ലാ പുരാണങ്ങളിലും സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു ചെറിയ വിശദീകരണം നിറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു അടുത്ത വീഡിയോയിൽ വരെ നന്ദി, നമസ്കാരം.